ഉത്സവത്തിന് പങ്കെടുപ്പിക്കുന്ന ആനകളുടെ എണ്ണം കുറയ്ക്കാനുള്ള ചർച്ചകളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തന്ത്രി സമൂഹവുമായി ചർച്ച നടത്താനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു. ആനയ്ക്ക് പകരം രഥം, ജീവത, ദേവവാഹനം എന്നിവ ഉപയോഗിക്കാനാണ് ആലോചന. പള്ളിവേട്ട, ആറാട്ട് എന്നിവയ്ക്ക് ആനയാകാം. പറയെടുപ്പിന് ആനയെ ഒഴിവാക്കും. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, സുപ്രീം കോടതിയിലൂടെ ഒരു തീരുമാനം വന്നതിന് പിന്നാലെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കടക്കുന്നത്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിയമം നടപ്പിലാക്കുവാനുള്ള തീരുമാനത്തിലേക്ക്. ഉത്സവത്തിന് പൂർണ്ണമായും ആനയെ ഒഴിവാക്കുന്നുണ്ടെങ്കിലും ആചാരപരമായ കാര്യങ്ങൾക്ക് മാത്രമായി ആനയെ ഉപയോഗിക്കാം എന്നതാണ് ഇപ്പോൾ ഈ ബോർഡിന്റെ തീരുമാനം. ഉത്സവത്തിന് ആനകളെ കുറയ്ക്കുവാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാസം 20-ന് ഇതുമായി ബന്ധപ്പെട്ട തന്ത്രി സമൂഹവുമായി ഒരു ചർച്ചകൾ ഉണ്ടാകും. ഏതൊക്കെ കാര്യങ്ങളിലാണ് ഈ ആനകളെ, അല്ലെങ്കിൽ ഏതൊക്കെ ചടങ്ങുകളാണ് ആനകളെ ഉപയോഗിക്കുന്നത് നടക്കുമുള്ള കാര്യങ്ങൾ. എന്നാൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നിരവധി ആനകളെ നിരത്തിക്കൊണ്ടുള്ള ഒരു പ്രൊസഷൻ പോലെയുള്ള ഒരു പരിപാടികൾ, അത്തരം നിരവധി ആനകളെ നിരത്തിക്കൊണ്ടുള്ള യാത്രകൾ അത് നിർത്തലാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പള്ളിവേട്ട, ആറാട്ട് എന്നീ ആചാരങ്ങൾക്ക് ആനയാകാം. പറയെടുപ്പിന് ആനയെ ഒഴിവാക്കണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ആനയെ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് രഥം, ജീവിത, ദേവവാഹനം എന്നിവ, അത് പ്രാദേശികമായി പല സ്ഥലങ്ങളിലുമുള്ളതാണ്. അത്തരം ആചാരങ്ങളെ, അതായത് ഈ രഥവും ജീവിത, ദേവവാഹനം എന്നിവകളെ ഉൾപ്പെടുത്താം എന്നതടക്കമുള്ള തീരുമാനമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടിവരും. പല സ്ഥലങ്ങളിൽ പല തന്ത്രി സമൂഹമായിട്ടും അതോടൊപ്പം തന്നെ ഹൈന്ദവ സമൂഹം അതുമായിട്ടും ചർച്ച നടക്കുന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ആനകളെ ഒഴിവാക്കുവാൻ നീക്കം നടക്കുന്നത് ആചാരപരമായ കാര്യങ്ങൾ മാത്രം ഒരു ആന ഉപയോഗിക്കുവാനും മറ്റ് ആനകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുവാനുമാണ് ഇപ്പോൾ ഒരു നീക്കം ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നടക്കുന്നത്. അതിന്റെ ചർച്ചകൾ, പ്രാഥമികഘട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് തന്ത്രി സമൂഹമായി ഒരു ചർച്ച കൂടി നടക്കും. അതിനുശേഷമായിരിക്കും ഇത് പൂർണ്ണമായും ഏതൊക്കെ കാര്യങ്ങളാണെന്ന് അടക്കമുള്ള ആ വിഷയത്തിന്റെ നടപ്പുവശങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.